ഇതാണ് SD റോഡ്സ്റ്റർ. BS6 OBD2 വെർഷൻ്റെ ഒരു ബേസ് ട്രിമ്മാണ് നമ്മുടെ അടുത്തുള്ളത്. ഒരു പ്യുവർ ബ്ലാക്ക് ആൻഡ് ക്രോം കളർ ഫിനിഷിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതെങ്ങനെയുണ്ട് ഓടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ഗൈസ്, മൈ നെയിം ഈസ് നിജിൻ ആൻഡ് വെൽക്കം ബാക്ക് ടു വണ്ടി മലയാളം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു റോഡ്സ്റ്റർ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് കൂടുതൽ നമുക്ക് ഓൺ റോഡ് യൂസിനും ഹൈവേ ക്രൂസിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു വാഹനമാണ്. അപ്പം SD ഭാഗത്തുനിന്ന് അവരൊരു 3 വാഹനങ്ങളുടെ ലൈനപ്പാണ് ഇറക്കിയിരുന്നത്: റോഡ്സ്റ്റർ, സ്ക്രാംബ്ലർ ആൻഡ് അഡ്വഞ്ചർ. സോ അതിൽ റോഡ്സ്റ്റർ ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ 18 ഇഞ്ച് ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്, അലോയ് വീൽസ്. അതിൽ 100/90 സെക്ഷൻ്റെ MRFിൻ്റെ സാപ്പർ ടയേഴ്സും കൊടുത്തിട്ടുണ്ട്. മെറ്റൽ മഡ് ഗാർഡ് വരുന്നുണ്ട്. ഒരു 41 mm ടെലസ്കോപ്പിക് സസ്പെൻഷൻ ഉണ്ട്. 320 mm ആണ് ഫ്രണ്ട് ഡിസ്കിന്റെ സൈസ് വരുന്നത്. അതിൽ വൈബ്രയുടെ ഫ്ലോട്ടിംഗ് കാലിപ്പറും കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ ബ്രേഡഡ് ലൈൻസ് ആണ് വന്നിരിക്കുന്നത്. സിൻറ്റേഡ് പാഡ്സ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബെറ്റർ ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട്. അതിന് പുറകിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ക്ലാസിക് ആണ് എന്നാൽ കുറച്ച് മോഡേണിഷ് ടച്ച് കൊടുക്കുന്ന രീതിക്കാണ് വാഹനത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ ഒരു ഫ്രണ്ട് LED ഹെഡ്ലാമ്പ് തന്നെയാണ്. ആ ഒരു റൗണ്ട് LED ഹെഡ്ലാമ്പ് നടുക്ക് SD ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ്. നമുക്ക് സൈഡിൽ ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതും റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നീട് ടാങ്കിൻ്റെ ഭാഗത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിലും വാഹനത്തിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ നിന്ന് നോക്കുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം നല്ല കിടിലം പ്രീമിയം ഫീൽ തരുന്ന ആ ഒരു ക്ലാസിക് പ്ലസ് റെട്രോയിഷ് ലുക്ക് തരുന്ന ഫ്യൂൽ ടാങ്ക് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. സൈഡിൽ നമുക്ക് ടാങ്ക് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ SD ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഗ്രിപ്പിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ എലമെന്റ്സും കാര്യങ്ങളൊക്കെ SD ബാഡ്ജിങ് ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു ബ്ലാക്ക് കളറുമായിട്ട് ആ ഒരു ഗ്രേ കളർ നല്ല രീതിയിൽ കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഫ്യൂൽ ലിഡിലാണെന്നുണ്ടെങ്കിലും അതിന് താഴെ ആണെങ്കിലും SD ബാഡ്ജിങ്ങും ആ ഒരു SD മോട്ടോർ സൈക്കിൾ ട്രൈബ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ ആ ഒരു SD ലെഗസി ഫീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ വെൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ SD ചെയ്തിട്ടുണ്ട്. 12.5 ലിറ്ററാണ് നമ്മുടെ ഫ്യൂൽ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. മെറ്റൽ ടാങ്കാണ്. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ടാങ്ക് ബാഗ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് സിംഗിൾ പീസ് സീറ്റാണ് വരുന്നത്. റൈഡർ സീറ്റിന് അത്യാവശ്യം നല്ല കുഷനിങ് കൊടുത്തിട്ടുണ്ട്. നല്ല വൈഡുമാണ്. പില്യൺ സീറ്റ് ആണെങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യം നല്ല കുഷനിങ് വരുന്നുണ്ട്. അതിൻ്റെ ആ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ നല്ല പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ സീറ്റിൻ്റെ താഴെ കൂടെ നമുക്കൊരു ക്രോം സ്ട്രിപ്പ് പോയിട്ടുണ്ട്. അതും വളരെ പ്രീമിയം ആയിട്ട് തന്നെ വാഹനം സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് ലുക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. 790 mm ആണ് നമുക്ക് സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറവുള്ളവർക്ക് അല്ലെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ തന്നെ ഈസി ആയിട്ട് എടുത്തിട്ട് പെരുമാറാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. കൂടെ സിറ്റി യൂസിന് നമുക്ക് കുറെ കൂടെ അഡ്വാൻറ്റേജ് ആണ് ലോ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നീട് സസ്പെൻഷൻ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്പ്രിംഗ് സസ്പെൻഷൻ ആണ്. ഗ്യാസ് ചാർജ് സ്പ്രിംഗ് സസ്പെൻഷൻ ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് പില്യൺ ബാക്ക് റെസ്റ്റ് ഇതിൽ ബൈ ഡിഫോൾട്ട് സ്റ്റോക്ക് ആയിട്ട് തന്നെ വരുന്നുണ്ടെന്നുള്ളത്. അത് ഭയങ്കര കൺവീനിയന്റ് ആണ് നമുക്ക്, പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് ലോങ് റൈഡ് ഓടി വിത്ത് പില്യൺ. സോ പില്യൺ കംഫർട്ട് എന്ന് പറയുന്നത് വളരെ മികച്ചതാണ് ഈ ഒരു ബാക്ക് റെസ്റ്റ് കൂടെ വരുന്നുണ്ട്. കാരണം വാഹനത്തിന് അത്യാവശ്യം പവറും ടോർക്കും ഉണ്ട്. അപ്പം പെട്ടെന്നൊരു ത്രോട്ടിൽ ഓപ്പണിങ്ങിൽ പില്യൺ ബാക്കിലേക്ക് കിട്ടുന്ന ആ ഒരു ഫോഴ്സ് ഒരു പരിധി വരെ നമുക്ക് ഇതുള്ളത് കൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് പില്യൺ ഇരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് നമുക്കിവിടെ ഗ്രാബറിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തന്നെ ഫിനിഷും അതുപോലെ തന്നെ ആ ഒരു ഫിറ്റിംഗ് ഒക്കെ തന്നെ വളരെ പ്രീമിയം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് SD ബാഡ്ജിങ് വരുന്നുണ്ട്. ബാക്കിൽ വരുമ്പം ആ ഒരു ക്ലാസിക് രീതിയിലുള്ള മെറ്റൽ ടെയിൽ സെക്ഷനാണ് വരുന്നത്. ആ ടെയിൽ സെക്ഷൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് LED റൗണ്ട് ടെയിൽ ലാമ്പ് കാണാം. സൈഡിലായിട്ട് റൗണ്ട് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഓവറോൾ. ബാക്കിൽ നമുക്ക് 17 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. 12 സ്പോക്ക് അലോയ് വീലാണ്. അതിൽ തന്നെ 130/80 സെക്ഷനാണ് ടയർ വരുന്നത്. 334 cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് DOHC ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. മാക്സിമം 20 PS പവറും 20.4 Nm ടോർക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 6 സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് ഈ ഒരു എഞ്ചിനെ മേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടെ നമുക്ക് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും വരുന്നുണ്ട്. 2 എക്സോസ് സെറ്റപ്പ് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു എഞ്ചിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്ക് സിംഗിൾ സിലിണ്ടർ ബൈക്കുകളിൽ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പ് കിട്ടുന്നത് ഭയങ്കര റയറായിട്ടാണ്. അതപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു SD മോട്ടോർ സൈക്കിളിൽ കിട്ടുന്നതായിരിക്കും. ഒരു ഫുൾ ക്രോമിൽ ഫിനിഷ് വന്നിരിക്കുന്ന 2 എക്സോസുകളാണ് നമ്മുടെ 2 സൈഡിലായിട്ടും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ക്ലാസിക് SD ഫീൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മോഡേൺ എഞ്ചിൻ്റെ സൗണ്ടിനെ കുറച്ചും കൂടെ റാസ്പിയർ ആക്കി മാറ്റാനും SD കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഹയർ എൻഡ് ക്രൂയിസർ ബൈക്കുകളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള റോഡ്സ്റ്റർ ബൈക്കുകളൊക്കെ കാണുന്നത് പോലെ നമുക്ക് ടാങ്കിന് താഴെ ഈ ഒരു സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഇഗ്നിഷൻ യൂണിറ്റ് വരുന്നതും. അതും ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ നമുക്ക് എക്സോസ്റ്റ് കേൾക്കാം.
ഒരു റംബിളിങ് സൗണ്ടായിട്ടാണ് ഇത് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കാം. റിവേഴ്സ് LCD റൗണ്ട് മീറ്റർ കൺസോൾ ആണ് ഈ ഒരു വാനിൽ വന്നിരിക്കുന്നത്. അതിന് ചുറ്റുമുള്ള ആ ഒരു ക്രോം എലമെൻറ്റ്സ് ഒക്കെ തന്നെയും ഇതിന് നല്ലൊരു ക്ലാസിക് ലുക്ക് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഡിജിറ്റൽ ടാക്കോമീറ്റർ വരുന്നുണ്ട്, സ്പീഡോമീറ്റർ വരുന്നുണ്ട്, 2 ട്രിപ്പ് മീറ്റേഴ്സ് വരുന്നുണ്ട്, ഓഡോമീറ്റർ വരുന്നുണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഒരു ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ട്, ഫ്യൂൽ ഗേജ് ഉണ്ട്, സൈഡ് സ്റ്റാൻഡ് വാണിംഗും ഇതിൽ കാണിച്ചു തരുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ബാക്കി ബേസിക് വാണിംഗ് ലാപ്സ് ഒക്കെ തന്നെ ഇതിന് ചുറ്റുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം കാഴ്ചയിലും അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ക്യാരക്ടറുമായിട്ടൊക്കെ തന്നെ ചേർന്ന് നിൽക്കുന്ന രീതിക്കാണ് നമ്മുടെ ഒരു മീറ്റർ കൺസോളിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. പക്ഷേ ഫീച്ചർ വൈസ് നോക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ തന്നെ അഡ്വഞ്ചർ വേർഷനിൽ വരുന്ന പോലെയുള്ള നമ്മുടെ ആവറേജ് മൈലേജ് പോലത്തെ ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയനേമാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതിൽ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ്, ജോയ്സ്റ്റിക്ക് ഇതിൽ വരുന്നുണ്ട്. സോ അതിലൂടെ നമുക്ക് ഈസി ആയിട്ട് ടോഗിൾ ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ 2 ഫീച്ചറും കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയതിനെ ഈ ഒരു മീറ്റർ കൺസോൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഈ ഉള്ളത് നല്ല വെൽ വിസിബിൾ ആണ്. എസ്പെഷ്യലി നൈറ്റ് ടൈമിൽ നമുക്ക് കണ്ണിന് ഒരു വിധത്തിലുള്ള സ്ട്രെയിനും വരത്തില്ല. കാരണം ഇത് റിവേഴ്സ് LCD ആയതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വലിയൊരു പ്രകാശം നമ്മുടെ ഫേസിലോട്ട് വന്നിട്ട് നമുക്ക് റൈഡിൽ അതൊരു ഡിസ്ട്രാക്ഷനായിട്ടേ ഫീൽ ചെയ്യില്ല. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ, ഒരു സിമ്പിൾ നോട്ടത്തിൽ തന്നെ നമുക്ക് അറിയേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ അറിയാനും സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നെ ഡേ ലൈറ്റ് ആണെങ്കിൽ തന്നെ ഇതിൽ വലിയ ഒരു വിസിബിലിറ്റി ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യില്ല. അത് ഓരോരുത്തരുടെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്കിലും എൻ്റെ ഒരു ഹൈറ്റുള്ള ഒരാൾക്ക് വലിയ ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഡേ ടൈമിലാണെങ്കിലും അത്യാവശ്യം നല്ല വിസിബിളാണ്. ഈ ഗ്രിപ്പ് ഡിസൈനും എനിക്കിതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇതിൻ്റെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ചെറുതും ഇവിടെയും ചെറുത്, നടുക്ക് വരുമ്പോൾ കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിക്കാണ്. സോ നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ പാമിനുള്ളിൽ ചില തിക്കായിട്ട് നല്ല കംഫർട്ടബിളായിട്ടും കോൺഫിഡൻ്റായിട്ടും നമുക്ക് ഗ്രിപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ലോങ് റൺസിലൊക്കെ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് കുറച്ച് നല്ല കംഫർട്ട് ഫീൽ ആയിരിക്കും ഈ ഒരു ഗ്രിപ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. നമുക്ക് പെട്ടെന്നൊന്നും കൈയടാകം ടയർഡാകുന്ന പോലെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇറിറ്റേഷൻസോ കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യില്ല. നല്ല കംഫർട്ടബിളായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിരുന്ന് ഓടിക്കാം. അതുപോലെ ഈ ലിവേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കറക്റ്റ് നമ്മുടെ ഫിംഗേഴ്സ് വരുന്ന സ്ഥലത്താണ് അതിൻ്റെ ആ ഒരു കർവ് വരുന്നത്. സോ നല്ല രീതിക്ക് നമുക്ക് ഒരു സിംഗിൾ ഫിംഗർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ തന്നെ ബ്രേക്കിനെ യൂസ് ചെയ്യാവുന്നതാണ്. സോ അതും ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റിലാക്സ്ഡ് സീറ്റിംഗ് പോസ്റ്ററാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് ഈ ഹാൻഡിൽ ബാർ ആണെങ്കിൽ തന്നെ നല്ല വൈഡാണ്, പോരാതെ നല്ല ഹൈറ്റിലുമാണ് നിൽക്കുന്നത്. സോ ഇരിക്കുമ്പോൾ നമുക്ക് അധികം എഫേർട്ട് ഇടാണ്ട് തന്നെ ഈസി ആയിട്ട് ഹാൻഡിൽ ബാർ റീച്ച് ചെയ്യാൻ സാധിക്കും. റീച്ച് ചെയ്താൽ തന്നെ സീറ്റിൻ്റെ ബാക്ക് മാക്സിമം കംഫർട്ട് സൈഡിലോട്ട് ഞാൻ ഇറങ്ങിയിരുന്നു എൻ്റെ ഫുട് പെക്കിൽ ഞാൻ കാല് കറക്റ്റ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പർ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. നമുക്ക് വെറുതെ കൈ ഇങ്ങനെ ഹാൻഡിൽ വെച്ചിരുന്നാൽ മതി. ആ ഒരു പോസ്റ്ററിലാണ് ഇരിക്കുന്നത്. പിന്നെ ലോവർ ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് ചിലപ്പം ഈ ഒരു പൊസിഷൻ ആദ്യം കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് തോന്നിയേക്കാം. എനിക്കും ആദ്യം അങ്ങനെയായിരുന്നു വാഹനത്തിലോട്ട് കയറിയ ഫസ്റ്റ് ടൈമിൽ. പക്ഷേ ഇത് ഓടിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഇത് തരുന്നൊരു കോൺഫിഡൻസ് വേറെ ഒന്നാണ്. കാരണം നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ലോവർ ബോഡി വാഹനത്തെ നല്ല ഹഗ് ചെയ്താണ്ടിരിക്കുക. സോ ഗ്രിപ്പ് ലെവൽസ് നമുക്ക് വാഹനത്തിൽ കിടലിനാണ്. പോരാത്തതിന് കോർണേഴ്സ് എടുക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ സ്പീഡിൽ ഓടിക്കുന്ന സമയത്തൊക്കെ തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇതിൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ നടുവേദന പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ടോപ്പ് പോർഷൻ നമ്മുടെ റിലാക്സ്ഡ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നീട് കറൻ്റ്ലി നമുക്ക് ഇതിൻ്റെ ഫുട് പെക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് സെറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു OBD2 കഴിഞ്ഞ് ഒരു അപ്ഡേറ്റും കൂടെ SD ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ വേരിയൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്, ഞാൻ ഈ പറഞ്ഞ മറ്റേ വേരിയൻറ്റ് അവൈലബിൾ ആണ്. സോ അതിൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്കാണ് ഇതിൻ്റെ ഫുട് പെക്ക് പൊസിഷൻ വരുന്നത്. സോ ഒരു പക്ക റോഡ്സ്റ്റർ ആയിട്ട് തന്നെ അതിൻ്റെ സീറ്റിംഗ് പോസ്റ്റർ മാറിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആണ്. ഈ ഒരു പോർഷനിൽ, ഈ ബ്രേക്ക് ഇരിക്കുന്ന പോർഷനിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ആംഗിൾ, നമ്മുടെ മുട്ടിൻ്റെ ഒരു ആംഗിൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആവുകയും നിങ്ങൾക്ക് കുറേ കൂടെ കംഫർട്ടബിളായിട്ട് ഈ ഒരു വാഹനം സിറ്റിയിലാണെങ്കിലും ഹൈവേയിലാണെങ്കിലും ഓടിച്ച് പോകാനും സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ഇരിപ്പ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളതാണ്. കാരണം ലോവർ ബോഡി കുറച്ച് സ്പോർട്ടി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് വാഹനം മനൂവർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആണ് ഇവിടെ ഫുട് പെക്ക് വരുന്നതിനേക്കാളും. അല്ലാണ്ട് പില്ലിന് ഇരിക്കുമ്പോഴാണെങ്കിൽ തന്നെ നമുക്ക് ഫുട് പെക്സിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഈസി ആയിട്ട് നമുക്ക് ഗ്രൗണ്ട് റീച്ച് ചെയ്യാൻ സാധിക്കും. ഇൻ സിറ്റീസ് നമുക്കത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അല്ലാത്ത സമയത്ത് നല്ല കോൺഫിഡൻസ് വാഹനത്തിൽ കിട്ടും. പിന്നെ ഇവിടുത്തെ ഫുട് പെക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ മണ്ടയ്ക്ക് റബ്ബർ പാഡിങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനത്തിൽ നിന്നുള്ള വൈബ്രേഷൻസ് അധികം നമ്മുടെ റൈഡറിലേക്ക് എത്തിക്കാതിരിക്കാനായിട്ട് അതൊരുപാട് സഹായിക്കുന്നുണ്ട്. പ്ലസ് നമുക്ക് ഒരു പ്രോപ്പർ ഗ്രിപ്പും വാഹനത്തിൽ കിട്ടുന്നുണ്ട് ഫുട്ട് ചവിട്ടുന്ന ആ ഒരു സ്പേസിൽ. അതിപ്പോൾ റൈഡിംഗ് ബൂട്ട് ഇട്ടിട്ടായിക്കോട്ടെ, നിങ്ങൾ നോർമൽ നമ്മുടെ സാൻഡൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിക്കോട്ടെ, നല്ല ഒരു ഗ്രിപ്പും ആ ഒരു വൈബ്രേഷൻ ഡാമ്പിങ്ങും ഈ ഒരു ലിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടും. പഴയ ജാവ മോഡൽസ് അല്ലെങ്കിൽ SD മോഡൽസിനെ വെച്ചിട്ട് ഒരുപാട് റൈഡ് കംഫർട്ട് അല്ലെങ്കിൽ റൈഡ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ ഒരു പുതിയ റോഡ്സ്റ്ററിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഫ്രണ്ട് ടെലസ്കോപ്പിക് ഷോക്ക് അബ്സോർവർ എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് എല്ലാ റോഡ് കണ്ടീഷനിലൂടെയും ഓടിക്കുമ്പം
നല്ല ഒരു ബാലൻസ്ഡ് റൈഡ് ഓഫർ ചെയ്യുന്നതാണ്. കാരണം ഇപ്പം ഇതുപോലെയുള്ള ഒരു ഓഫ് റോഡ് പാച്ചിലോട്ട് നമ്മൾ ഇറക്കിയെന്ന് പറഞ്ഞാലും വണ്ടിയിൽ നിന്ന് വലിയൊരു തെറിപ്പോ അല്ലെങ്കിൽ ഹാൻഡിൽ ബാറിൽ ഭയങ്കര കുലുക്കോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല. ഈസി ആയിട്ട് നമ്മുടെ റോഡിൽ വരുന്ന അണ്ടുലേഷൻസും ഗട്ടറും ഒക്കെ തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ നല്ല രീതിക്ക് അബ്സോർവ് ചെയ്ത് അത് റൈഡറിലേക്ക് എത്തിക്കാണ്ടിരിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പ്ലസ് നമുക്ക് കോർണറിങ് ചെയ്യുന്ന സമയത്താണെങ്കിലും സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും അപ്പോഴും ഇത് നല്ല ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള റൈഡാണ് ഓഫർ ചെയ്യുന്നത്. സോ നല്ല രീതിക്ക് ട്യൂൺ ചെയ്ത ഒരു ഫ്രണ്ട് സസ്പെൻഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ബാക്കിൽ നമുക്ക് മോണോഷോക്ക് അല്ല, രണ്ട് സൈഡിലായിട്ടുള്ള ഡ്യുവൽ സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് നൈസാണ്. പക്ഷേ ഇതിൻ്റെ റീബൗണ്ട് കുറച്ച് നമുക്ക് ഓടായിട്ട് തോന്നും. കാരണം പെട്ടെന്ന് ഇച്ചിരി സ്പീഡിൽ വന്നിട്ട് നമ്മളൊരു വലിയ ഹമ്പൊക്കെ ചാടുകയാണെന്നുണ്ടെങ്കിൽ ആ ഹമ്പിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. പക്ഷേ അത് പെട്ടെന്ന് തന്നെ അത് ആ റീബൗണ്ട് തിരിച്ച് കിട്ടും. അപ്പം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് തെറിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു ഫീല് സർട്ടൻ സ്പീഡ്സിൽ സർട്ടൻ ഒരു ഒബ്ജക്റ്റിന് മുകളിൽ കൂടെ കയറുമ്പോൾ മാത്രം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം നമ്മളിപ്പോൾ ഒരു പില്ലണെ വെച്ച് ഓടിക്കുമ്പോഴാണെങ്കിലും സോളോ ആയിട്ട് റൈഡ് ചെയ്യുമ്പോഴാണെങ്കിലും നല്ല രീതിക്കുള്ള ഒരു കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന രീതിക്കായിട്ടാണ് ഈ ഒരു സസ്പെൻഷനെ ചെയ്തിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സീറ്റിങ്ങിലും നല്ല കംഫർട്ടുണ്ട്, സീറ്റ് നല്ല കുഷൻ ഉള്ളതുകൊണ്ട് അവിടെയും നമുക്ക് കുറേ സസ്പെൻഷൻ എഫക്റ്റ് കിട്ടുന്നുണ്ട്. സീറ്റ് നല്ല രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. കൂടെ ഈ ഒരു സസ്പെൻഷൻ്റെ ട്യൂണിംഗ് കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ക്രൂസ് ചെയ്ത് പോകാൻ സാധിക്കുന്നത്, സിറ്റിയിലൊക്കെ നമുക്ക് നല്ല വെൽ ഹാൻഡ്ലിങ് തരുന്ന ഒരു മോട്ടോർ സൈക്കിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ടേണിംഗ് റേഡിയസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാൻഡിലിൻ്റെ ഒടിവ് എടുത്ത് പറയേണ്ടതാണ്. ഞാൻ റീസെൻ്റായിട്ട് ഓടിച്ച വാഹനങ്ങൾ വെച്ച് ഇതായിരിക്കും ദ മോസ്റ്റ് എന്താ പറയുക ഇത്രയും ഒടിവ് തരുന്ന വാഹനം എന്ന് പറയാനായിട്ട്, എക്സെപ്റ്റ് അഡ്വഞ്ചർ മോഡൽസ്. കാരണം ഇതുപോലുള്ള റോഡ്സ്റ്ററിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ടേണിംഗ് റേഡിയസിൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തെ തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. പ്ലസ് സിറ്റി ട്രാഫിക്കിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒടിവ് അല്ലെങ്കിൽ ലിവറേജ് ഉള്ളതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് വാഹനം എടുത്തുകൊണ്ട് പോകാനും സാധിക്കുന്നതാണ്. പ്രീവിയസ് ജനറേഷൻസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്യൂലിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാവുന്നതാണ്. പിന്നീട് ഇതിൻ്റെ പവർ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ക്രൂസേഴ്സിലൊക്കെ വരുന്ന പോലെ നമുക്ക് ലോ എൻഡ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ടോർക്ക് ഡെലിവറി എന്നുള്ളതല്ല. ഇതിൻ്റേതായിട്ടുള്ള ആ ഒരു ഗിയറിങ്, ഇതിൻ്റേതായിട്ടുള്ള ഒരു പവർ ബാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് അനായാസം ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതിൻ്റെ ഗിയറിങ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഫസ്റ്റ് ഗിയർ നല്ല ഷോട്ടാണ്, ഓഫ് കോഴ്സ് എല്ലാ വാഹനത്തിലും എന്ന പോലെ. പക്ഷേ സെക്കൻഡ് ഗിയറിൽ ഓൾമോസ്റ്റ് നമുക്ക് സ്ലോ ഗോയിങ് ടൈമിൽ നല്ല കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ സാധിക്കും. അത് പെട്ടെന്നുള്ള ഒരു നോക്കിങ് അല്ലെങ്കിൽ ജെർക്കിങ് ഒന്നും നമുക്ക് ഇതിൽ ഫീൽ ചെയ്യില്ല. സെക്കൻഡ് ഗിയർ അത്യാവശ്യം ഒരു ലെങ്തി ഗിയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുക, സെക്കൻഡും തേർഡും ഒക്കെ. ഫിഫ്ത്ത് സിക്സ്ത്ത് ഓഫ് കോഴ്സ് അത് ഹൈവേയിൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഓവർ ഡ്രൈവ് ഗിയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എസ്പെഷ്യലി സിക്സ്ത് ഗിയർ. കാരണം സിക്സ്ത് ഗിയർ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിൽ നമ്മുടെ സിറ്റി കണ്ടീഷൻസിലോ നോർമൽ റോഡുകളിലോ ഒന്നും തന്നെ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഫിഫ്ത്തിൽ തന്നെ വണ്ടി ഓൾമോസ്റ്റ് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഹൈവേയിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് സിക്സ്ത് കൂടുതലും ആവശ്യം വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡിൽ നമുക്ക് ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് വളരെ കൺവീനിയൻ്റ്. കാരണം പെട്ടെന്നുള്ള ഗിയർ ഷിഫ്റ്റ്സ് വേണ്ടി വരുന്നില്ല. സെക്കൻഡിൽ അത്യാവശ്യം സ്പീഡ് വാഹനത്തിന് പോകാൻ സാധിക്കും. ഓൾമോസ്റ്റ് ഒരു 30 കിലോമീറ്റർ 35 തന്നെ വാഹനത്തിന് പോകാൻ സാധിക്കുന്നതാണ് വിത്തൗട്ട് എനി സ്ട്രെസ് ഓർ സ്ട്രെയിൻ ഓൺ ദി എഞ്ചിൻ. അതുപോലെ തന്നെ ലോ സ്പീഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 കിലോമീറ്റർ സ്പീഡ് മുതൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഫെദർ ചെയ്ത് സെക്കൻഡ് ഗിയറിൽ വണ്ടി ഓടിക്കാൻ സാധിക്കും. സോ ഇതുപോലെയുള്ള ഓഫ് റോഡ്സ് കയറുന്ന സമയത്തും സിറ്റിയിലൊക്കെ ഓടിക്കുമ്പം ആ ഒരു സെക്കൻഡ് ഗിയർ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നീട് തേർഡ് ഫോർത്ത് ഗിയറൊക്കെ തന്നെ കുറച്ചും കൂടെ ഷോർട്ടർ ആയിട്ടുള്ളതാണ് എനിക്ക് തോന്നി. കാരണം അവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഫിഫ്ത്തിലേക്ക് എത്താൻ സാധിക്കും. സിക്സ്ത്തിലേക്ക് പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു 70+ നമ്മൾ പോയാലാണ് കുറച്ച് ആ സിക്സ്ത്തിൻ്റെതായിട്ടുള്ള ഒരു പവറും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ സ്മൂത്തായിട്ട് പോകുമ്പം അത് നമ്മൾ ഈസി ക്രൂസിങ് ചെയ്യുന്ന സമയത്തേക്ക് നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 3000 RPM മുതലാണ് ഒരു എഞ്ചിൻ അലൈവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് അപ് ടു 7000 RPM വരെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ് ടു 6000 RPM വരെയാണ് വാഹനത്തിൻ്റെ ഒരു കംഫർട്ട് സോണായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ മോസ്റ്റ് പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. അവർ എക്സോസ്റ്റ് നോട്ട് ആയിക്കോട്ടെ, വാഹനത്തിൻ്റെ പുള്ളിങ് ആയിക്കോട്ടെ, റിഫൈൻമെൻറ്റ് ലെവൽ ആയിക്കോട്ടെ, അതൊക്കെ തന്നെ ഒരു അപ് ടു 6500 RPM വരെ നമുക്ക് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പുഷ് ചെയ്ത് ഓടിക്കാനും സാധിക്കും. ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന പോലെ നമുക്ക് അത്യാവശ്യം പുഷ് ചെയ്ത് ഓടിക്കാനായിട്ട് തോന്നിപ്പിക്കുന്ന രീതിക്കാണ് ഈ ഒരു എഞ്ചിൻ വന്നിരിക്കുന്നത്. എന്നാലും വാഹനത്തിൻ്റെ ബാക്കി എർഗണോമിക്സ് അതുമായിട്ട് നമുക്ക് അധികം സൂട്ട് ചെയ്ത് പോയില്ല. എസ്പെഷ്യലി ഇതിൻ്റെ ആ ഒരു കോർണറിങ് ക്ലിയറൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കുറവെന്ന് ഞാൻ പറയുന്നില്ല. ഇതുപോലൊരു വാഹനം ഓടിക്കേണ്ട പോലെ ഓടിച്ചാൽ അത് ഒരു കുറവല്ല. പക്ഷേ നമ്മളൊരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നേക്കഡ് ബൈക്ക് ഓടിക്കുന്ന പോലെ ഓടിക്കാൻ താല്പര്യപ്പെടുന്ന സമയത്ത് അത് നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു എക്സോസ്റ്റിൻ്റെ താഴ്വശം അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ സ്റ്റാൻഡ് സ്ക്രേപ്പ് ചെയ്യുന്ന അവസ്ഥകൾ നമുക്ക് പല കോർണേഴ്സിലും വന്നിട്ടുണ്ട്. എസ്പെഷ്യലി മൂന്നാർ പോലെയുള്ള നമ്മുടെ ഗ്യാപ്പ് റോഡ് പോലുള്ള സ്ഥലത്ത് ഓടിക്കുമ്പോഴത്തേക്ക് ഒരു അപ് ടു 50-55 km/h സ്പീഡ്സിൽ വന്നിട്ട് ആ ഒരു കോർണറിൻ്റെ ടൈറ്റ്നെസ് അനുസരിച്ചാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഓഫ് കോഴ്സ്. പക്ഷേ കുറച്ച് ഹാർഡായിട്ട് നിങ്ങൾ കോർണർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കൂടുതൽ ലീൻ ആംഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്. അത് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ കിഡിലൻ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. 175 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഇറ്റ് ഈസ് മോർ ദാൻ ഫോർ എ ബൈക്ക് ലൈക്ക് ദിസ്. സോ ഇതുപോലെയുള്ള ട്രയൽസിൽ കൂടെ
അല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ ഹമ്പുകളുടെ മുകളിൽ കൂടെ വലിയ വലിയ കട്ടിങ്ങിലൂടെ ഒക്കെ തന്നെ നമുക്ക് അടിയിടിക്കും എന്നുള്ള ഒരു പേടി ഇല്ലാണ്ട് വാഹനം എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. നമുക്ക് നോക്കുമ്പോൾ കുറച്ച് ലോ സ്ലങ് ആയിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം ഫ്രണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വാഹനത്തിന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. സോ അതും ESD നൈസായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് ഡിസൈൻ ചെയ്യാനായിട്ട്. പിന്നീട് നമ്മുടെ ബ്രേക്കിംഗ് പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു 320 mm ഡിസ്ക് ബ്രേക്സ് ആണ്, സിൻഡേഡ് പാർട്സ് ഉണ്ട്, സ്റ്റീൽ പ്ലേറ്റഡ് ലൈൻസ് ഉണ്ട്. സോ ബ്രേക്കിംഗ് ഈസ് നൈസ്, എക്സലൻ്റ് എന്നും പറയാനില്ല, ബാഡ് എന്നും പറയാനില്ല, ഇറ്റ്സ് എ നൈസ് ബ്രേക്കിംഗ്. ഇതുപോലുള്ളൊരു വാഹനത്തെ കോൺഫിഡൻ്റ് ആയിട്ട് നിർത്താൻ നമുക്ക് സാധിക്കും. ഒരുപാട് സ്പീഡിൽ നമുക്ക് കയറാനും തോന്നും, അതുപോലെ തന്നെ ആ സ്പീഡ്സിൽ നിന്ന് നമുക്ക് വണ്ടിയെ പറയുന്നിടത്ത് നിർത്താമെന്നും നമുക്കൊരു കോൺഫിഡൻസ് തോന്നും. ഡ്യുവൽ ചാനൽ ABS-ലാണ് വാഹനം വരുന്നത്. സോ സേഫ്റ്റിയുടെ കാര്യം നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ABS കിക്കിങ് ആയിട്ടുണ്ട് എനിക്ക്, പക്ഷേ ചില ബൈക്കുകളെ പോലെ ഭയങ്കര ഒരു ഇൻട്രൂസീവ് ആയിട്ടുള്ള ABS കിക്കിങ് അല്ല. നമുക്ക് ലിവറിൽ അത് അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതും ഒരു സോഫ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ് വരുന്നത്. സോ ഓവറോൾ റൈഡിങ് ഫീൽ നമുക്ക് കുറച്ചും കൂടെ പ്ലസൻ്റ് ആയിട്ട് മാറാനായിട്ട് സാധിക്കുന്നുണ്ട്. യൂഷ്വലി എനിക്ക് ഇതുപോലെയുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിൾസ് ഇഷ്ടമല്ലാത്തതാണ്. ഞാൻ കൂടുതലും നേക്കഡ് അല്ലെങ്കിൽ അഡ്വഞ്ചർ സ്പോർട്സ് കാറ്റഗറി വാഹനങ്ങൾ ഓടിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഇതുപോലുള്ളൊരു ലോങ് ഡ്രൈവിൽ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു റൈഡാണ് ഈ ഒരു ESD റോഡ്സ്റ്ററിൽ എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെയുള്ള ക്ലാസിക് ലുക്കിംഗ് വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആ വാഹനങ്ങൾ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മോഡൽ കൂടിയാണ് ആയിരിക്കും ഈ ഒരു ESD എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ടോൾ വിൻഡ് വൈസർ എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്സസറീസിൽ വരുന്നുണ്ട്. ടൂറിംഗ് ആക്സസറീസ് പാക്കിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഏകദേശം 2500-3000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കും. സ്റ്റോക്ക് ബൈക്കിൽ നമുക്കിത് കാണാൻ സാധിക്കില്ല. അതിന് വരെ ഒരു ചെറിയ ബ്ലാക്ക് ഔട്ട് വിൻഷീൽഡ് ആയിരിക്കും ഇരിക്കുന്നത്. സോ വാഹനം കുറച്ചും കൂടെ ലുക്ക് വൈസ് എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ പർപ്പസ്ഫുള്ളി ഈ ഒരു സാധനമാണ് നൈസ്. കാരണം നമുക്ക് ഹൈ സ്പീഡ്സിൽ പോകുമ്പോഴത്തേക്ക് ആ ഒരു വിൻഡ് ബ്ലാസ്റ്റിൻ്റെ ഇഷ്യൂ ഇതിൽ വരുന്നില്ല. ഇതിൽ നിന്ന് അത്യാവശ്യം നൈസ് പ്രൊട്ടക്ഷൻ തന്നെ വരുന്നുണ്ട്. കറക്റ്റ് കാറ്റ് കട്ടായിട്ട് എൻ്റെ ഹെൽമെറ്റിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അല്ലാണ്ട് എൻ്റെ ഹെൽമെറ്റിലേക്ക് വന്നെങ്കിൽ ബഫറ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ ഫീൽ ചെയ്തിട്ടില്ല. സോ ഇതുണ്ടെങ്കിൽ ഹൈവേ ടൂറിംഗ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്സസറിയാണ്. നിങ്ങൾക്ക് വെക്കാൻ പറ്റിയൊരു സാധനമാണ് ESD റോഡ്സ്റ്ററിൽ. അപ്പം പ്രൈസ് വാഹനത്തിൻ്റെ വരുന്നത് ഏകദേശം 2,50,000 രൂപ 2.5 ലക്ഷത്തിൽ നിന്നാണ് ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റോഡ്സ്റ്റർ കാറ്റഗറി ബൈക്കുകൾ കിട്ടുക എന്ന് പറയുന്നത് തന്നെ മാർക്കറ്റിൽ വളരെ ചുരുക്കമാണ്. അപ്പോൾ അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് റോഡ്സ്റ്റർ എന്ന് ഞാൻ പറയും. ഓടിക്കാനാണെന്നുണ്ടെങ്കിലും ആ ഒരു പവർഫുൾ ഫീല്, ആ ഒരു സ്മൂത്ത് ആൻഡ് എൻജോയബിൾ റൈഡ് ഫീല് തരാൻ സാധിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. സർട്ടൻ RPMs ഓവർ നമുക്ക് വൈബ്രേഷൻസ് ഫീൽ ചെയ്യും. പക്ഷേ പ്രീവിയസ് ജനറേഷൻ അല്ലെങ്കിൽ ESD ആദ്യകാലങ്ങളിൽ ഇറക്കിയ വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ ഒരു ന്യൂ ജനറേഷൻ ESD ബൈക്സിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെയും മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ഇമ്പ്രൂവ് ആയി വരാനുമാണ് ചാൻസ്. അപ്പോൾ ഡു ടേക്ക് എ ടെസ്റ്റ് റൈഡ്. നമുക്ക് ഈ ഒരു വാഹനം റിവ്യൂനായിട്ട് തന്നിരിക്കുന്നത് നമ്മുടെ ക്ലാസിക് മോട്ടോഴ്സ് ആണ്. എറണാകുളം എടപ്പള്ളിയിലാണ് അവരുടെ ഷോറൂം ഉള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം അല്ലെന്നുണ്ടെങ്കിൽ ജാവ ESD മോഡൽസ് ഒക്കെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ നെക്സ്റ്റ് ടൈം ആ വഴിക്ക് പോകുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഷോറൂമിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മോഡൽസ് ഒക്കെ തന്നെ ഓടിച്ച് നോക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ആരെങ്കിലും ഈ ഒരു ESD റോഡ്സ്റ്റർ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ഇടുക. അത് ഈ ഒരു വാഹനം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ഈ വാഹനത്തെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഞാൻ വിട്ടുപോയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രീ ഫീൽ ടു കമൻറ്റ് ഗൈസ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് ഇതുപോലെ നമ്മളെ ഇടാനായിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഇൻ ഫോം ഓഫ് സബ്സ്ക്രൈബ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കുക. അതുപോലെ നമ്മളിങ്ങനെ റിവ്യൂ ചെയ്യുന്ന വാഹനങ്ങളിലൊക്കെ തന്നെ ഫോട്ടോസ്, റീൽസ് പോലെയുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടൻസ് നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അവിടെ നമ്മളൊന്ന് ഫോളോ ചെയ്തേക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടൈം വേറൊരു വാഹനമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ നിജിൻ.